ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബുട്ടാ ഡിസൈൻ 100ൻ്റെ നിറവിലാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ബുട്ടാ ഡിസൈൻ 100-ലെത്തുമെന്നുള്ള ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബിഗിനേഴ്സിനായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബുട്ടാ ഡിസൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ഒരു മാക്സിമം ഒരു 50 എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും നമ്മുടെ ബുട്ടാ ഡിസൈൻ ഇത്രയും നല്ല സപ്പോർട്ട് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കിട്ടിയത്. അങ്ങനെ നമ്മളിത് ബുട്ടാ ഡിസൈൻ 100 എത്തിയിട്ടുണ്ട് കേട്ടോ. 100 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് 26 ബുട്ടാ ഡിസൈൻ ഒറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 52 ഡിസൈനോളം 2 വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഓരോ ബുട്ടാ ഡിസൈനും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന എല്ലാ വീഡിയോസും കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അതായത് പലർക്കും പല ബുട്ടാ ഡിസൈനും മിസ്സാവുന്നുണ്ട്, കറക്റ്റായിട്ട് ഓർഡറിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. ആദ്യത്തെ 2 52 ബുട്ടാ ഡിസൈൻ മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്നതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ 100 എന്നുള്ളത് നമുക്ക് എത്രത്തോളം മാക്സിമം കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഒത്തിരി പേർക്ക് ഒത്തിരി നല്ല റിവ്യൂസും കമൻസൊക്കെ തന്നിട്ടുണ്ട്. ചേച്ചി ഇതുപോലുള്ള ബുട്ടാ ഡിസൈൻസൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, നമുക്ക് ഒരുപാട് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 100ഓളം ബുട്ടാ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും 1-2 മതി കേട്ടോ നമുക്ക് ഓരോ ഡിസൈനും ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലുള്ള റെക്റ്റാങ്കിൾ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ടാ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റോണിൻ്റെ ലെങ്ത് അനുസരിച്ച് ഓരോ സൈഡും നമുക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യം അതനുസരിച്ച് വെച്ച് കൊടുക്കുക. 4 സൈഡും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നോർമൽ നീഡിലാണ് എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വീങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ 4 സൈഡും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 2 സൈഡും ഇതുപോലെ 3 ഷുഗർ ബീഡും മിഡിലായിട്ടൊരു ഗോൾഡൻ ബീഡും ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് സ്പ്രെഡിങ് വർക്കായിട്ടോ ബോർഡർ ഡിസൈനായിട്ടൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും റൈസ് ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നോർമൽ നീഡിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സ്വീങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ബീഡ് കണ്ട് ഇതുപോലെ 2 സൈഡും കോണായിട്ട് വരുന്ന രീതിയിൽ മേളിലും താഴത്തും ഇതുപോലെ 4 റൈസ് ബീഡാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും വെക്കുന്നുണ്ട്. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിൽ നെക്ക് ഡിസൈൻ ആയിട്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്ക് നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഡ്രോപ്പ് ബീഡും ഷുഗർ ബീഡും ഗോൾഡൻ ബീഡും പിന്നെ നമുക്ക് സീക്വൻസ് കൂടെ വേണം കേട്ടോ. ഇത് വെച്ചിട്ട് അടിപൊളി ബുട്ടാ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നോർമൽ നീഡിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സ്വീങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഗോൾഡൻ ബീഡ് 2 പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യം അതനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു ഡ്രോപ്പ് ബീഡും ഒരു ഷുഗർ ബീഡും ഒരു സീക്വൻസും വെച്ച് നമുക്ക് ഈ ഒരു സർക്കിൾ ഫുള്ളും ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം നമുക്ക് ഈ 4 സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഗ്യാപ്പ് മനസ്സിലാവും. അതനുസരിച്ച് ബാക്കിയൂടെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ നമുക്ക് നെക്ക് ഡിസൈനായിട്ടൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് മാത്രമല്ല വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സീക്വൻസും ഡ്രോപ്പ് ബീഡും സ്റ്റോൺസും വെച്ചൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വീങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ബീഡും ഒരു സീക്വൻസും ഈ ഒരു ഷേപ്പിന് വരുന്ന രീതിയിൽ മേളിലും താഴത്തുമായിട്ട് 3 എണ്ണം ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനായിട്ടോ സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്
ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സീക്വൻസും ഡ്രോപ്പ് ബീഡും സ്റ്റോൺസും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യാം കേട്ടോ. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ബീഡും ഒരു സീക്വൻസും ഈ ഒരു ഷേപ്പിന് വരുന്ന രീതിയിൽ മേളിലും താഴത്തുമായിട്ട് 3 എണ്ണം ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനായിട്ടോ സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. 2 ടൈപ്പ് സ്റ്റോൺസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ റൗണ്ട് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഗോബി ഷേപ്പിലെ 3 സ്റ്റോൺ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഷോളിൽ വേണമെങ്കിൽ ഒരു സ്പ്രെഡിങ് വർക്കായിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റോൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വർക്കെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. Thank you. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും 2 ബീഡ്സും സീക്വൻസും വെച്ചിട്ട് സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 2 ബീഡും ഒരു സീക്വൻസും ഈ വരുന്ന രീതിയിൽ 2 സൈഡിലായിട്ടാണ് കേട്ടോ വെച്ച് പോരേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 ഗോൾഡൻ ബീഡ് ഇതിന്റെ താഴത്തായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് ഡിസൈനിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം. സ്ലീവിൽ ചെയ്യാം, നെക്ക് ഡിസൈൻ ആയിട്ട് ചെയ്യാം. നമുക്കിതൊരു സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഓൾ ഓവർ വർക്കായിട്ടൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഓവൽ ഷേപ്പ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. നീഡിൽ നമ്പർ 12 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യം അതനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇടയ്ക്ക് പല ഭാഗത്തായിട്ട് ഇതുപോലെ ലോക്ക് കൊടുക്കാം കേട്ടോ. ലോക്ക് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള റൗണ്ട് സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ചൊരു അടിപൊളി ബുട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ മിഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 10 ഷുഗർ ബീഡ് വെച്ച് ഇടയ്ക്ക് 2-3 ബീഡ് ഇടവിട്ടൊന്ന് ലോക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെക്കൻഡ് ലെയറായിട്ടും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യം അതനുസരിച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇടയ്ക്കൊന്ന് ലോക്ക് കൂടെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ 4 സൈഡും ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡ് വീതം 3 ബീഡ് വീതം വരുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നോർമൽ നീഡിലാണ് എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ബ്ലൗസ് ഡിസൈനായിട്ടോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് സ്ലീവിലൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും റെയിൻബോ 2 ബീഡ്സും ഡ്രോപ്പ് ബീഡും വെച്ചിട്ട് അടിപൊളി ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന റെയിൻബോ 2 ബീഡ്സ് ആണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ആൻറ്റിക്കിൻ്റെ വേണമെങ്കിലും ഗോൾഡൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നോർമൽ നീഡിലാണ്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഗോൾഡൻ ബീഡിൻ്റെ 4 സൈഡും ഇതുപോലെ ഒരു 2 ബീഡ് നമ്മൾ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ലോക്ക് കൊടുത്ത് വേണം കേട്ടോ എല്ലാം ചെയ്ത് പോരാനായിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കി വരുന്ന 4 ഗ്യാപ്പിലും ഒരു ഡ്രോപ്പ് ബീഡ് ഈ ഒരു ഷേപ്പിനാണ് കേട്ടോ ഞാൻ വെച്ചെടുത്തേക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണമെങ്കിലും വെച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ 4 സൈഡും ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ നമുക്ക് ഷോളിൻ്റെ ബോർഡറിലൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തുകൊണ്ട് ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക്
ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ച് നമുക്കൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ട് ഒരു സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീക്വൻസിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളൊരു ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. ഉള്ളിലൂടെ തന്നെയാണ് കേട്ടോ നീഡിൽ താഴെയിട്ട് ഇറക്കേണ്ടതും. ഒരു 5 or 6 സീക്വൻസ് ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഓരോ സീക്വൻസും ഓരോ ഷുഗർ ബീഡും ഇതും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഒന്ന് കാണാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തേക്കുന്നത്. നല്ലൊരു ബുട്ട ഡിസൈനാണ്. നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ നെക്ക് ഡിസൈൻ ആയിട്ടോ നമുക്ക് സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം. സ്ലീവിലൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാവുന്നേ കേട്ടോ. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു അടിപൊളി ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ സ്റ്റോൺ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 സൈഡും ഒരു ഗോൾഡൻ ബീഡും 2 ഷുഗർ ബീഡും വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്ത് പോരേണ്ടത്. വീഡിയോയിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ബ്ലൗസ് ഡിസൈനിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ നമുക്ക് ബോർഡർ ഡിസൈൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്റ്റോൺ മാത്രം വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് നീഡിലോ ത്രെഡോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ട്രയാങ്കിൾ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേളിലായിട്ട് 3 ഗോബി ഷേപ്പിലെ സ്റ്റോണും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബോർഡർ ഡിസൈൻ ആയിട്ടോ നമുക്ക് സ്ലീവ് ഡിസൈനിലോ നെക്ക് ഡിസൈനിലോ ഈ വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വർക്കെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ട് കോൺടാക്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. ഇത് ചെയ്യാനായിട്ട് ഞാൻ നോർമൽ നീഡിലാണ് എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് ഇതുപോലെ വെക്കുന്നുണ്ട്. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ 10 ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ബീഡ് ഇടവിട്ട് ലോക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ലോക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ വർക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഒരു ലെയറാണ് ചെയ്യുന്നത്. ഇത് 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു ലെയർ താഴെയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് 10 ഷുഗർ ബീഡ് ഇടയ്ക്ക് ലോക്കും കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ ബോർഡർ ഡിസൈൻ ആയിട്ടോ നമുക്ക് വർക്ക് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഓവൽ ഷേപ്പ് സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും റൈസ് ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു റൈസ് ബീഡും ഒരു ഷുഗർ ബീഡും 2 സൈഡിലായിട്ട് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. താഴത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മിഡിലായിട്ട് നമുക്കൊരു ഓവൽ ഷേപ്പിൽ സ്റ്റോൺ വെക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഗോബി ഷേപ്പ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് അടിപൊളി ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും ഈ ഒരു ഷേപ്പിന് വെച്ചെടുക്കുക കേട്ടോ. 2 സൈഡിലായിട്ടും വെക്കുക. പിന്നെ ഇതിൻ്റെ മിഡിലായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് താഴത്തും ചെയ്ത് പോരേണ്ടത്. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ നമുക്ക് സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു അടിപൊളി ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റോണിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിക്ക് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. മേളിലും താഴത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നോർമൽ നീഡിലാണ് എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതുപോലെ മേളിലും താഴത്തും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോണിൻ്റെ മിഡിൽ
മിഡിലായിട്ടും ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമുക്കൊരു ഓൾ ഓവർ ഡിസൈൻ കേട്ടോ, ബ്ലൗസിൻ്റെ സ്ലീവിലെ നെക്ക് ഡിസൈൻ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസും ഇതുപോലുള്ള ഓവൽ ഷേപ്പ് സ്റ്റോണും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ഓരോ വർക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സ്റ്റോൺ മാത്രം വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്കിവിടെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, സ്ക്വയർ ടൈപ്പ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 4 സൈഡും എന്താ ഇതുപോലെ 3 ഓവൽ ഷേപ്പ് സ്റ്റോൺ വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ആണ് കേട്ടോ. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൽ ഒരു ബ്രൈഡൽ വർക്കൊക്കെ ആയിട്ട് ചെയ്യാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ സ്പ്രെഡിങ് ആയിട്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വർക്കുകളാണ്. ഇതുപോലുള്ള ബുട്ട ഡിസൈനൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും 2 ബീഡ്സും കട്ട് ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്യാവേ. ഇപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് 2 പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് 4 സൈഡിലായിട്ട് ഒരു 2 ബീഡും ഒരു ഗോൾഡൻ ബീഡും ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 4 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഗ്യാപ്പ് വരുന്ന 4 സൈഡും നമുക്കൊരു കട്ട് ബീഡും ഒരു ഗോൾഡൻ ബീഡും വെച്ചെടുക്കാം കേട്ടോ. വലുതും ചെറുതായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നല്ലൊരു ബുട്ട ഡിസൈനാണ്. നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിന്റെ സ്ലീവിൽ നെക്ക് ഡിസൈൻ ആയിട്ടോ ഒക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ബുട്ട വർക്കും ബോർഡർ വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. ഷുഗർ ബീഡ്സ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഇതുപോലെ ഒരു ലീഫിൻ്റെ പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ 4 ഷുഗർ ബീഡ് വീതം ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ. ബ്ലൗസിലോ നെക്കിലോ ചുരിദാറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ ഡയമണ്ട് ഷേപ്പ് സ്റ്റോണും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 സൈഡായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു ഷുഗർ ബീഡ് ഒരു ഗോൾഡൻ ബീഡ് വീണ്ടും ഒരു ഷുഗർ ബീഡ് ഇതുപോലെ വരുന്ന രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് ഓരോ സ്റ്റോണിൻ്റെയും മിഡിലായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. നമുക്കൊരു ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുന്ന നല്ല ഭംഗിയാണ്. ഓൾ ഓവർ ഡിസൈൻ കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഫസ്റ്റ് നമുക്കിതുപോലെ ഒരു ഗോൾഡൻ ബീഡ് 2 പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 10 ഷുഗർ ബീഡ് എടുത്ത് 2-3 ബീഡ്സ് ഇടവിട്ടൊന്ന് ലോക്ക് കൊടുക്കുന്നുണ്ട്. ലോക്ക് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് ആ വർക്ക് ഫിക്സ് ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ലോക്ക് കൊടുക്കാൻ വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചൊരു ഫ്ലവർ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ലെയറായിട്ട് ചെയ്യേണ്ടത് കട്ട് ബീഡാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര കട്ട് ബീഡാണോ ആവശ്യം അതനുസരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതും ഇതുപോലെ തന്നെ കേട്ടോ. നമുക്ക് 2-3 ബീഡ്സ് ഇടവിട്ടൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ടോ ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനോ സ്ലീവിലായിട്ടോ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ഈ വർക്ക് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള കട്ട് ബീഡ്സും സീക്വൻസും ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് 2 പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ 4 സൈഡും മേളിലും താഴത്തും 2 സൈഡിലായിട്ടും 2 കട്ട് ബീഡും ഒരു സീക്വൻസും വരുന്ന രീതിക്ക് ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് വരുന്ന 4 സൈഡും നമുക്ക് ഒരു കട്ട് ബീഡും ഒരു ഗോൾഡൻ ബീഡും വരുന്ന രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈനാണ്. ബ്ലൗസിൻ്റെ സ്ലീവിലോ ചുരിദാറിൽ നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ടോ നെക്ക് ഡിസൈനായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.
ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള റെക്ടാങ്കിൾ ഷേപ്പ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ട് സ്റ്റോണാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കുന്നത്. രണ്ട് സ്റ്റോണും കറക്റ്റ് ഒരേ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോണിൻ്റെ മേളിലായിട്ട് ഇതുപോലെ 3 ഗോൾഡൻ ബീഡാണ് കേട്ടോ വെച്ചെടുക്കേണ്ടത്. ഫസ്റ്റ് 2 വെക്കുക, അതിൻ്റെ മിഡിലായിട്ട് 1 വെക്കുക. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് താഴത്തും ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു ബോർഡർ ഡിസൈനായിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു സ്പ്രെഡിങ് വർക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഓവൽ ഷേപ്പ് സ്റ്റോൺസും ഡ്രോപ്പ് ബീഡും വെച്ചിട്ട് സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. ഇത് 2 ലീഫ് ഷേപ്പിലാണ് കേട്ടോ ഞാനിതുപോലെ സ്റ്റോൺ വെച്ച് എടുത്തേക്കുന്നത്. ഇതുപോലെ സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ 3 ഡ്രോപ്പ് ബീഡ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡിലായിട്ടും പിന്നെ ഇതിൻ്റെ മിഡിലായിട്ടും ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് സ്പ്രെഡിങ് വർക്കായിട്ട് ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഓവൽ ഷേപ്പ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഇതുപോലെ ഓവൽ ഷേപ്പ് സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും 2 സൈഡിൽ വരുന്ന രീതിക്കും 1 മിഡിലായിട്ട് വരുന്ന രീതിയിലും ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ലൊരു ഓൾ ഓവർ ഡിസൈനായിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ വർക്ക് ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ബുട്ടാ വർക്കും ബോർഡർ വർക്കും ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള റൗണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും കട്ട് ബീഡ്സും സീക്വൻസും വെച്ചൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഇതുപോലെ ഡ്രൈ ആയതിനു ശേഷം ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും വരുന്ന രീതിക്ക് നമ്മുടെ ഈ സ്റ്റോണിൻ്റെ 4 സൈഡും വെച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് വരുന്ന 4 സൈഡൂടെ ഫില്ല് ചെയ്തെടുക്കുക. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ട് നമുക്കൊരു സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ വർക്ക് ചെയ്തെടുക്കാം. കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് സാരിയുടെ ഒരു ബോർഡർ ഡിസൈനായിട്ട് വേണമെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള റൗണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോണിനെ കവർ ചെയ്യുന്ന രീതിയിൽ എത്ര ഷുഗർ ബീഡ്സ് ആണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് ഷുഗർ ബീഡ് എടുത്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ 2-3 ഷുഗർ ബീഡ് ഇടവിട്ടൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലോക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ലോക്ക് ചെയ്യാൻ വിട്ടു പോകരുത്. ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേളിലും താഴത്തും നമുക്ക് ഒരു ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വരുന്ന രീതിയിൽ ഇതുപോലെ 3 എണ്ണമാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈനായിട്ടോ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ കുട്ടികളുടെ ഫ്രോക്കിലോ സാരിയുടെ സ്പ്രെഡിങ് വർക്കായിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള ബുട്ടാ വർക്കും ബോർഡർ വർക്കും ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും റൈസ് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് തന്നെയാണ് കേട്ടോ ഈ വർക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റോണിൻ്റെ മേളിലും താഴത്തായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കേട്ടോ ഒരു റൈസ് ബീഡും ഒരു ഷുഗർ ബീഡും ഇതുപോലെ 3 എണ്ണം വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് താഴത്തും ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു ഓൾ ഓവർ ഡിസൈനായിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് സൽവാറിൻ്റെ സ്ലീവ് ഡിസൈനായിട്ടോ നമുക്ക് ഷോളിൻ്റെ ബോർഡർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലുള്ള ഒത്തിരി ബുട്ടാ ഡിസൈനും ബോർഡർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക്
ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഡയമണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും ഈ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ സ്റ്റോണിൻ്റെ 4 സൈഡും ഇതുപോലെ 4 ഷുഗർ ബീഡ് വീതം അതേ ഷേപ്പിന് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഏത് സ്റ്റോണിൻ്റെ ഷേപ്പിനാണോ ചെയ്യുന്നത് അതേ ഷേപ്പ് അനുസരിച്ച് ഇതുപോലെ 4 ഷുഗർ ബീഡ് വീതം ഫില്ല് ചെയ്തെടുക്കുവാണേ വേണ്ടത്. ഇടയ്ക്കൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലും താഴത്തും ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും ഇതുപോലെ 3 എണ്ണം വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ കേട്ടോ. മേളിലും താഴത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ, ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ, നമുക്കൊരു സാരി ബോർഡർ ഡിസൈൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ബാക്കി വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ റൗണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഡ്രോപ്പ് ബീഡും ഷുഗർ ബീഡും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. ഞാനിവിടെ ആൻറ്റിക് ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്സും ഡ്രോപ്പ് ബീഡും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 എടുത്തിരിക്കുന്നത്. നോർമൽ നീഡിലാണ്, നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോണിൻ്റെ 4 സൈഡും മേളിലും താഴത്തും 2 സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഡ്രോപ്പ് ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ 4 സൈഡും ഗ്യാപ്പ് വരുന്ന ഭാഗത്തൂടെ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ, ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ, നമുക്കൊരു സാരിയുടെ ബോർഡർ ഡിസൈൻ ആയിട്ടോ, ദുപ്പട്ടയുടെ ഡിസൈൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ച് ഒരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോണിൻ്റെ താഴത്ത് ഈ 2 സൈഡിലായിട്ട് 3 ഷുഗർ ബീഡ് വീതം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ താഴത്ത് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിൽ 2 സൈഡിലായിട്ടും ഇതിൻ്റെ മിഡിലായിട്ടും ചെയ്ത് പോരുക കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ, ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ, നമുക്കൊരു ഷോളിൻ്റെ ബോർഡർ ഡിസൈൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സ് കിറ്റിനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഡ്രോപ്പ് ബീഡും ഷുഗർ ബീഡും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ മേളിലായിട്ട് ഇതുപോലെ V ഷേപ്പിൽ ഒരു ഡ്രോപ്പ് ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ, ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ, നമുക്ക് സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും റൈസ് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രീൻ കളർ സ്ക്വയർ ഷേപ്പ് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളറോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ താഴത്തായിട്ട് V ഷേപ്പിന് 2 റൈസ് ബീഡ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലായിട്ടും ഈ ഒരു എഡ്ജ് പോർഷനിൽ നിന്നും ഒരു റൈസ് ബീഡും ഒരു ഗോൾഡൻ ബീഡും വെക്കുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 റൈസ് ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിക്ക് ലെഫ്റ്റും റൈറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. നമുക്ക് ബ്ലൗസിൻ്റെ ബോർഡർ ഡിസൈൻ ആയിട്ടോ, നമുക്ക് നെക്ക് ഡിസൈൻ ആയിട്ടോ, നമുക്ക് സാരിയിലോ കുട്ടികളുടെ ഫ്രോക്കിലോ എന്തിൽ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. റെഡ് കളർ സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും റൈസ് ബീഡ്സും 2 സൈസിലെ ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ബുട്ട ഡിസൈൻ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മേളത്തെ 2 സൈഡും 3 ഗോൾഡൻ ബീഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ സൈസിലെ ഗോൾഡൻ ബീഡാണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ 2 സൈഡ് നമുക്ക് റൈസ് ബീഡാണ് വെച്ച് കൊടുക്കേണ്ടത്. 2 സൈഡും ഇതുപോലെ റൈസ് ബീഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ താഴത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡും 2 ചെറിയ സൈസിലെ ഗോൾഡൻ ബീഡും വെച്ച് എടുക്കാം കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈനോ ബ്ലൗസിൻ്റെ സ്ലീവിലോ ബോർഡർ ഡിസൈനായിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാം. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.
നമുക്കിന്നൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മെജന്ത ഷെയ്ഡിൽ കുന്തൻ സ്റ്റോണാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതുപോലെ 4 സൈഡും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ മേളിലും താഴത്തും ഇതിൻ്റെ എഡ്ജ് വരുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റോൺ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് 2 സൈഡും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ ബുട്ട ഡിസൈൻ കിട്ടും. നമുക്കിതൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് വെറുതെ ഒന്ന് കയ്യിലിങ്ങനെ വെച്ച് കാണിക്കുവാണേ. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ബ്ലൗസിലൊക്കെ വെച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള റൗണ്ട് ഷേപ്പ് ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സെയിം ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. താഴത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സിമ്പിൾ ബുട്ട ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം ബിഗിനേഴ്സ് കിറ്റിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. മെജന്ത ഷെയ്ഡിലെ കുന്തൻ സ്റ്റോൺസും റെയിൻബോ 2 ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സെയിം ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 2 ബീഡും ഒരു ഗോൾഡൻ ബീഡും 2 സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ മിഡിലായിട്ട് ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോൺ ഒന്ന് ഡ്രൈ ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിക്ക് വെച്ചെടുക്കാം. താഴത്തും ഇതുപോലെ തന്നെ വെച്ചെടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിൽ നമുക്കൊരു ബോർഡർ ഡിസൈനായിട്ടോ ഓൾ ഓവർ ഡിസൈനായിട്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്യാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള റെയിൻബോ 2 ബീഡ്സും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സെയിം ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് 2 പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ഷുഗർ ബീഡ് എടുത്ത് ഈ റൗണ്ട് ബീഡിന് ചുറ്റും കവർ ചെയ്യുന്ന രീതിയിൽ ഇടയ്ക്കൊന്ന് ലോക്ക് കോഡ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2-3 ബീഡ് ഇടവിട്ടൊന്ന് ലോക്ക് കൊടുക്കാൻ മറന്നു പോകരുത്. ലോക്ക് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. ഞാനിവിടെ റെയിൻബോ 2 ബീഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സിന് കോൺട്രാസ്റ്റായിട്ട് വരുന്ന ഏതൊരു കളർ 2 ബീഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ലോക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 ബീഡും ഒരു ഷുഗർ ബീഡും ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 2 സൈഡിലായിട്ടും പിന്നെ ഇതിൻ്റെ മിഡിലായിട്ടും ചെയ്തെടുക്കുക കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ട് നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ. ഇതുപോലുള്ള ഡയമണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ബാക്കി വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് യൂസ് ചെയ്തേക്കുന്നത്. നോർമൽ സെയിം ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലും താഴത്തുമായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിക്ക് 3 എണ്ണം വരുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. 2 സൈഡിലായിട്ടും പിന്നെ ഇതിൻ്റെ മിഡിലായിട്ടുമാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് താഴത്തും ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ടും ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചെടുക്കാം. നല്ലൊരു ഓൾ ഓവർ ഡിസൈനായിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടും നമുക്ക് ദുപ്പട്ട ഡിസൈനായിട്ടൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും റൈസ് ബീഡും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. ഒരുപാട് പേര് നമ്മുടെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരെന്താണ് കേട്ടോ. സ്റ്റോൺ പിക്കറെന്നോ സ്റ്റോൺ പിക്കിംഗ് പെന്നെന്നോ എന്ത് വേണേലും പറയാം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ ഓരോ റൈസ് ബീഡ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ കറക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ 4 സൈഡും ഇതുപോലെ 4 കോർണറിലും ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിക്ക് വേണം കേട്ടോ വെച്ചെടുക്കാനായിട്ട്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഓൾ ഓവർ ഡിസൈനായിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ട് നമുക്ക് ദുപ്പട്ടയിൽ സ്പ്രെഡിങ് വർക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.
ഇതുപോലെയുള്ള സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഡ്രോപ്പ് ബീഡും ആൻറ്റിക്കിൻ്റെ ഡ്രോപ്പ് ബീഡാണ് ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഡ്രോപ്പ് ബീഡ് ഈ ഒരു ഷേപ്പിന് രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ രണ്ട് സൈഡും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പ് സ്റ്റോൺ ആണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും ഈ സ്റ്റോണിൻ്റെ മേളിലായിട്ടും പിന്നെ നമുക്ക് ഈ ഡ്രോപ്പ് ബീഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ താഴത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡും വെച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ നമുക്ക് ദുപ്പട്ടയിലോ സ്പ്രെഡിങ് വർക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള ഓവൽ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓവൽ ഷേപ്പിൽ സ്റ്റോൺ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിലായിട്ടും ഇതിൻ്റെ മിഡിലായിട്ടും ഇതുപോലെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും എടുക്കുക. ഈ സ്റ്റോണിൻ്റെ മേളിലായിട്ട് 3 സൈഡിലായിട്ട് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതുപോലെ 3 സൈഡും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ സെയിം ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ നമുക്ക് ദുപ്പട്ടയുടെ ബോർഡർ ഡിസൈൻ ആയിട്ടോ നമുക്ക് സാരിയുടെ ബോർഡർ ഡിസൈൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്താലോ. അതിനായിട്ട് ഞാനിവിടെ റെയിൻബോ ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും മാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് 2 പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 10 ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട്. 2-3 ബീഡ് ഇടവിട്ടൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലോക്ക് കൊടുക്കേണ്ട നിർബന്ധമാണ് കേട്ടോ. വർക്ക് ഫിക്സ് ആയിട്ടിരിക്കണമെങ്കിൽ ലോക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ 4 സൈഡായിട്ടും 2 ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡും വരുന്ന രീതിയിൽ 4 സൈഡും ചെയ്തെടുക്കുക. പിന്നെ ബാക്കി വരുന്ന ഭാഗത്തൂടെ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സും സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്റ്റോൺ ഈ ഒരു V ഷേപ്പിന് വരുന്നത് പോലെയാണ് കേട്ടോ നമുക്ക് വർക്ക് ചെയ്തെടുക്കേണ്ടത്. രണ്ട് സൈഡിലും ഇതുപോലെ 3 കട്ട് ബീഡ് വീതം 3 ലെയറായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്കൊരു ഓൾ ഓവർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇതുപോലുള്ള റെയിൻബോ ഷുഗർ ബീഡ്സും റെയിൻബോ 2 ബീഡ്സും ബ്ലൂ കളർ കുന്തൻ സ്റ്റോൺസും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതുപോലെ സ്റ്റോണിൻ്റെ 2 സൈഡും 2 ബീഡ് വെച്ചെടുക്കുക. സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് 3 ഷുഗർ ബീഡും വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേർഡ് ലെയറായിട്ട് വീണ്ടും നമ്മൾ 2 ബീഡ്സ് ആണ് വെക്കുന്നത്. നല്ലൊരു ഡിസൈനാണ്. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ ഓൾ ഓവർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. വീഡിയോയിലുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇതുപോലുള്ള ഓവൽ ഷേപ്പ് റെഡ് കളർ കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. സ്റ്റോൺ ഇതിൻ്റെ 3 സൈഡിലായിട്ട് ഇതുപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ട. വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിൽ 3 സ്റ്റോണിൻ്റെ മിഡിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. നമുക്കൊരു ബോർഡർ ഡിസൈനായിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ ഓൾ ഓവർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.
ഇതുപോലുള്ള റൗണ്ട് ഷേപ്പ് റെഡ് കളർ കുന്തൻ സ്റ്റോൺസും ഡ്രോപ്പ് ബീഡും ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ സെയിം ത്രെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോണിനെ കവർ ചെയ്യുന്ന രീതിയിൽ 12 ഷുഗർ ബീഡ് എടുക്കുക. 2-3 ബീഡ് എടുത്തിട്ടൊന്ന് ലോക്ക് കൊടുക്കാൻ മറന്നു പോകരുത്. ലോക്ക് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ 4 സൈഡും ഒരു ഡ്രോപ്പ് ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിൽ മേളിലും താഴത്തും 2 സൈഡിലായിട്ട് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബാക്കി വരുന്ന 4 സൈഡ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചെടുക്കാം. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ ഓൾ ഓവർ ഡിസൈനായിട്ടോ ദുപ്പട്ടയിലോ സാരിയിലോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ബ്ലൂ കളർ ട്രയാങ്കിൾ കുന്തൻ സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും പറയും പോലെ തന്നെ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ സീയിങ് ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ 3 എഡ്ജിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ 3 സൈഡിലും 3 ഷുഗർ ബീഡ് വെച്ചെടുക്കുക കേട്ടോ. ഒരു ട്രയാങ്കിൾ ഷേപ്പിനാണ് ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു ഓൾ ഓവർ ഡിസൈനായിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ ഓൾ ഓവർ വർക്കായിട്ടോ നമുക്ക് ദുപ്പട്ടയിലോ എങ്ങനെ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇതുപോലെയുള്ള വൈറ്റ് കളർ ഗോബി ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഇതുപോലുള്ള റൗണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ബുട്ട ഡിസൈൻ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 4 സൈഡിലായിട്ട് എന്താ ഇതുപോലെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇതുപോലെ ഗോബി ഷേപ്പ് കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. 4 സൈഡും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്യാപ്പ് വരുന്ന 4 സൈഡിലും നമുക്ക് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ചെടുക്കേണ്ടത്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈനായിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് സാരിയുടെ ബോർഡർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റ് ആവശ്യമായിട്ടുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും റെയിൻബോ ഷുഗർ ബീഡ്സും റെയിൻബോ 2 ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്താലോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റെയിൻബോ 2 ബീഡ്സും റെയിൻബോ ഷുഗർ ബീഡ്സും ആണ്. നിങ്ങൾക്ക് നോർമൽ ആൻറ്റിക്കിൻ്റെയോ ഗോൾഡിൻ്റെയോ ഡിഫറെൻറ്റ് കളറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡായിട്ട് ഇതുപോലെ റെയിൻബോ 2 ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. 4 സൈഡും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന 4 സൈഡും 2 ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡും വരുന്ന രീതിയിൽ 4 സൈഡും വെച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ സെയിം ത്രെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് ബോർഡർ ഡിസൈനായിട്ടോ ദുപ്പട്ടയിലോ ഓൾ ഓവർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്കിന്നൊരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്താലോ. ഇതുപോലെ ഗ്രീൻ കളർ ഓവൽ ഷേപ്പ് കുന്തൻ സ്റ്റോൺസും റൗണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ബുട്ട ഡിസൈൻ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം കേട്ടോ ബാക്കി വർക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ മിഡിലായിട്ട് ഇതുപോലെ റൗണ്ട് കളർ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സൈഡായിട്ടും V ഷേപ്പിന് വരുന്നത് പോലെ ഓവൽ ഷേപ്പ് കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. മേളിലും താഴത്തും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മേളിലും താഴത്തും ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡും 2ൻ്റെയും മിഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഓൾ ഓവർ ഡിസൈനായിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് ദുപ്പട്ടയിൽ ബോർഡർ ഡിസൈനായിട്ടോ സാരിയിൽ ബോർഡർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഇന്ന്
നമ്മുടെ 100ാമത്തെ ബുട്ട ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രീൻ കളർ റൗണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്, ഗോബി ഷേപ്പ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ ബാക്കി വർക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ കളർ റൗണ്ട് ബീഡ് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 4 സൈഡായിട്ട് ഇതുപോലെ ഗോബി ഷേപ്പ് കുന്തൻ സ്റ്റോണും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബാക്കി വരുന്ന 4 സൈഡും 2 ഷുഗർ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ് ഈ വരുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. നല്ല ഭംഗിയുള്ളൊരു ബുട്ട ഡിസൈനാണ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് ഒരു സാരിയുടെ ബോർഡർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ സെയിം ത്രെഡ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും റൈസ് ബീഡ്സും വെച്ചൊരു ബോർഡർ ഡിസൈൻ ചെയ്യാം കേട്ടോ. കുറേ നാളായിട്ട് നമ്മൾ ബോർഡർ ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് 3 ഷുഗർ ബീഡ് വീതം സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുവാണ്. ഫസ്റ്റ് ചെയ്യുന്നത് ഇത് ചെയ്യാനായിട്ട് ഞാനൊരു നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സെയിം ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഞാനിവിടെ ലൈൻ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് അതിലൂടെ തന്നെ ചെയ്ത് പോരുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ബീഡ് വീതം തന്നെ കറക്റ്റായിട്ട് ചെയ്ത് പോരുവാണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അതോടെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോർഡർ ലൈനായിട്ട് ഷുഗർ ബീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ റൈസ് ബീഡ് 2 സൈഡിലായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് സിഗ്സാഗ് പാറ്റേണിൽ വരുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് റൈസ് ബീഡ് വെച്ച് പോരേണ്ടത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ റൈസ് ബീഡിൻ്റെയും മിഡിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും വെച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ബോർഡർ ഡിസൈനായിട്ടോ സ്ലീവ് ഡിസൈനായിട്ടോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. ഷോളിൻ്റെ ബോർഡറിൽ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബോർഡർ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഞാനൊരു ബോർഡർ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ തന്നെയാണ് നമുക്ക് ഈ വർക്ക് ചെയ്ത് പോരേണ്ടത്. അപ്പോൾ 3 ഷുഗർ ബീഡ് വീതം സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്ത് പോരുവാണ് വേണ്ടത്. 3ാമത്തെ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബോർഡർ ലൈൻ ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് പോരുക കേട്ടോ. അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്ത് പോരാൻ, എന്നാലേ കാണാനൊരു ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഓരോന്നും ചെയ്ത് പോരുക കേട്ടോ. അപ്പം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബുട്ട ഡിസൈനും ബോർഡർ ഡിസൈനൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള ബേസിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ കിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റ് ഓർഡർ ചെയ്യാനുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.